ഇതിലൂടെയാണോ കീമോ ചെയ്യണത് ഇപ്പൊ? ഇതിലെ കൂടെ ചെസ്റ്റിലൂടെയാണോ കീമോ ചെയ്യണത്? അതെ, ചെസ്റ്റില് പോട്ടയ്ക്കകത്ത് പറഞ്ഞ ക്യാനല ഇട്ടിട്ട് അതിൽ കൂടെ കീമോ മെഡിസിൻ കൊടുക്കും. ഉള്ളിലുള്ള ശരിയാവുട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഓളടയില്ല ബ്രദർ, അത് അടയാണെങ്കിൽ ശരിയാവൂട്ടോ. അസ്സലാമലൈക്കും. എൻ്റെ മകൻ അബ്ദുള്ള ഫഹദ്, ഇവന് ബ്ലഡ് ക്യാൻസറാണ്, ലുക്യൂമിയ. 1.5 വർഷത്തോളായി ഇവന് കീമോതെറാപ്പി കൊടുക്കുന്നു. ഇപ്പോൾ ഡോക്ടർ അവസാനമായിട്ട് പറയണത് മജ്ജ മാറ്റിവെക്കും. മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ എൻ്റെ മോനിനൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയോളം ചിലവുണ്ട്. എന്നെക്കൊണ്ട് കഴിയില്ല എൻ്റെ മോനിതിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറയുന്ന മാർഗം ഒന്നേ ഉള്ളൂ, ഇത് മജ്ജ മാറ്റിവെക്കുക. മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ അപകടത്തിലാണ്. ഇന്ന് വെല്ലൂർക്ക് കൊണ്ടുപോവാണ്. ലാസ്റ്റത്തെ ദിവസമാണ്. ആംബുലൻസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മകന് കീമോതെറാപ്പി കൊടുത്തിട്ട് ഇവിടെ ഹോളായേക്കുക. ഒരുപാട് കീമോ എൻ്റെ മകനെടുത്തു. ഒരുപാട് കീമോതെറാപ്പി എൻ്റെ മകനെടുത്ത് ഈ പ്രായത്തിൽ. ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, മജ്ജ മാറ്റിവെക്കും. എല്ലാവരും എൻ്റെ മകനെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കേച്ചേരിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി പട്ടിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 1 വയസ്സും 10 മാസം പ്രായമുള്ള അബ്ദുള്ള ഫഹദ് എന്ന് പറയുന്ന ഈ മോന്റെ ഒരു കാര്യമായിട്ടാണ്. ആ ഉമ്മ പറഞ്ഞതുപോലെ ഈ ഒരു പ്രായത്തിൽ 1 വർഷം 10 മാസത്തിനുള്ളിൽ ഈ കുട്ടി അനുഭവിക്കേണ്ട വേദനകൾ മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ചെസ്റ്റിൽ ഒരു ഹോളാണ്. ഞാൻ തന്നെ കണ്ടിട്ട് എന്റെ നെഞ്ച് പതറിപ്പോയി. കാരണം കീമോ ചെയ്യാൻ വേണ്ടി ഇട്ട ആ ഒരു ഹോളാണ് ആ കുട്ടിയുടേത്. വളരെ സീരിയസ് ആണ് ആ കുട്ടിയുടെ അവസ്ഥ. മജ്ജ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം. എന്റെ കയ്യിലുള്ളത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് കൊടുത്ത എസ്റ്റിമേറ്റ് ആണിത്. 30 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ കയ്യിൽ കരുതിയിട്ട് വരാനാണ്. ഈ കുട്ടിയുടെ അവസ്ഥയാണെങ്കിൽ കുട്ടി ഇപ്പൊ 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ഛർദിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞിരിക്കുക. ഡോണറൊക്കെ അവിടെ ശരിയായിട്ടുണ്ട്. ഡോണർ ഏതിൽ കൂടെ റെഡിയാക്കിയത്? ധാത്രി എന്ന് പറയുന്നതിലൂടെ ഡോണറെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കണം. ഒരു നിവൃത്തിയില്ല. ഈ താത്തയാണെങ്കിൽ കുവൈത്തിലെ നേഴ്സായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. 2 വർഷമായിട്ട് ജോലിക്ക് പോവാതെ അവിടെ കുട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുവൈത്തിലെ ഒരു പറ്റം പ്രവാസികൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി നാട്ടിലേക്ക് വരുന്നുണ്ട്, ഫിറോസ് ആ കുട്ടിയുടെ കേസ് ഒന്ന് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കണം, കാരണം അത്രയും സീരിയസ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലുള്ള കുട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇവരുടെ കൂടെ ആരുമില്ല. ഇത് ഇവരുടെ ഉമ്മയാണ്, ഇത് ഇവരുടെ ഉമ്മയുടെ ഉമ്മയാണ്. ഇതാണ് ഇവരുടെ കുടുംബം. വൃദ്ധരായ 2 ഉമ്മമാരെയും കൊണ്ട് ഈ കുട്ടികളെയും കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം. ഇവരുടെ ഭർത്താവാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ആയതിനു ശേഷം മാനസികമായി തകർന്ന് അദ്ദേഹം വേറൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. ഒരു നിവൃത്തിയില്ല. നിങ്ങളല്ലാതെ ഇവരെ സഹായിക്കാൻ വേറൊരു നിവൃത്തിയില്ല. ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ആംബുലൻസ് വരും. ആംബുലൻസ് വന്നാൽ ഈ കുട്ടിയെയും കൊണ്ട് അവർ വെല്ലൂർ ആശുപത്രിയിലേക്ക് പോവാണ്. നിങ്ങൾ എല്ലാവരും കനിയണം. ഇതൊരു ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുത്താൻ വേറെ വഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ആ കുട്ടിയുടെ മുഖം കണ്ടാൽ തന്നെ ഒന്ന് നോക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ കുട്ടിയെ ഒഴിവാക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് നമുക്ക് കൈവിടാൻ തോന്നുന്നത്? ഇത് കണ്ടിട്ടും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇട്ടിട്ട് പോവാ? 50 ലക്ഷമോ 1 കോടിയോ എന്നുള്ളതല്ല. ഈ കുട്ടി ഈ ഭൂമിയിൽ ജീവിക്കണം. അവന് വലുതായി നല്ല സന്തോഷത്തോടെ ഈ കുട്ടി ഈ ഭൂമിയിൽ ജീവിക്കണം. അതിന്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വാക്കുകൾ പോലും വരുന്നില്ല. ആ കുട്ടിയെ കണ്ടിട്ടും അവന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇവര് നിങ്ങൾ വിളിക്കുമ്പോൾ വെല്ലൂർ ആശുപത്രിയിലേക്കായിരിക്കും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതും ആംബുലൻസ് വരും. ഇവരിവിടെ നിന്ന് പോവാണ്. എല്ലാവരും സഹായിക്കണം. ഒരു അഭ്യർത്ഥനയാണ്. അത്രമാത്രം വേദനയാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. ഞാൻ പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഞാൻ ഇന്ന് വരെ ഈ രീതിയിൽ ആരോട് അഭ്യർത്ഥിച്ചിട്ടില്ല. അത്രക്ക് മോശമായിട്ടുള്ള ഒരു കണ്ടീഷനും സാഹചര്യമാണ്. സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ശരിയാവും കേട്ടോ. എത്ര മണിക്ക് ആംബുലൻസ് വരുന്നത്? ഞാൻ പോയത് വരുമല്ലോ. എന്നായിക്കോട്ടെ, ശരി കേട്ടോ.